സുഹൃത്തുക്കളെ, ഈ വീഡിയോ യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് MLA-യുമായുള്ള ശ്രീമൻ രാഹുൽ മാങ്കൂട്ടത്തോടാണ്. ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ആ ചെറുപ്പക്കാരനോട് പറയാനുള്ളത്, ആ ചെറുപ്പക്കാരൻ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ മൂക്കുകുത്തി വീഴാൻ സാധ്യതയുണ്ട് എന്നാണ്. മൂക്കുകുത്തി വീണാൽ ഒരുപക്ഷെ മൂക്കിൽ നിന്ന് ചോര വരാനും സാധ്യതയുണ്ട് എന്ന് ആ ചെറുപ്പക്കാരൻ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ആ ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് നല്ലതാണ് എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ ആ ചെറുപ്പക്കാരനോട് പറയാനുള്ളത്. ആ ചെറുപ്പക്കാരനെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ശ്രീമൻ TJ ആഞ്ചലോസിൻ്റെ അനുഭവമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ TJ ആഞ്ചലോസ് വളരെ പെട്ടെന്ന് തന്നെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റോ സംസ്ഥാന സെക്രട്ടറിയോ ആയി. അതിനെ തുടർന്ന് ശ്രീമൻ ആഞ്ചലോസ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. ആ മത്സരത്തിൽ കോൺഗ്രസിൻ്റെ ഏതോ പ്രധാനപ്പെട്ട നേതാവിനെയാണ് TJ ആഞ്ചലോസ് തോൽപ്പിച്ചത്. അങ്ങനെ വലിയ ഒരു വമ്പൻ പോരാട്ടത്തിനൊടുവിൽ TJ ആഞ്ചലോസ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് MP ആയി. പക്ഷെ MP ആയി കഴിഞ്ഞ ഉടനെ തന്നെ ആഞ്ചലോസിന് തലക്കനം ബാധിച്ചു. താൻ എന്തോ വലിയ ഒരാളാണ് എന്ന് ആഞ്ചലോസിന് തോന്നി. അമ്പട ഞാനെ എന്ന് ആഞ്ചലോസ് പറയാൻ തുടങ്ങി. കാരണം ചെറുപ്പക്കാരനായിരുന്നു, SFIയുടെ ഭാരവാഹിയായി, ഉടനെ തന്നെ ആലപ്പുഴയിൽ നിന്ന് MP-യുമായി. അങ്ങനെ അർമാദിച്ച് ഈ കൊമ്പ് കുലുക്കി കൊമ്പനാനകൾ നടക്കുന്നത് പോലെ ആഞ്ചലോസ് അങ്ങനെ നടന്നു. പക്ഷേ ആഞ്ചലോസിന്റെ വീഴ്ച പൊടുന്നനെയായിരുന്നു. ആഞ്ചലോസ് തലയും കുത്തി വീണു. ഏറെ താമസിയാതെ ആഞ്ചലോസ് CPM-ൽ നിന്ന് പുറത്തായി. ഇപ്പൊ ഭാഗ്യത്തിന് CPI-യിൽ ചേർന്ന ആഞ്ചലോസ് CPI-യുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി അത്യാവശ്യം ജീവിതം തള്ളി നീക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. എനിക്ക് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരനോട് TJ ആഞ്ചലോസിന്റെ അനുഭവമാണ് അദ്ദേഹത്തോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ചെറുപ്പക്കാരനോട് എനിക്കിപ്പോഴും കുറച്ച് ബഹുമാനം ബാക്കിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, പ്രതിപക്ഷം എന്ന് പറഞ്ഞ എൻ്റെ YouTube ചാനലിൽ ആ ചെറുപ്പക്കാരനെ ഞാൻ 2 തവണ ദീർഘമായി ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഓർക്കുന്ന മറ്റൊരു കാര്യം, അദ്ദേഹം തിരുവനന്തപുരത്ത് ഏതോ ഒരു സമരത്തിൽ പങ്കെടുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ജയിലിലായി. ആ ജയിലിലായി ആയ സമയത്ത് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതിരുന്നപ്പോൾ കോടതിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം പല അവസരങ്ങളിൽ ഞാൻ ഈ ചെറുപ്പക്കാരനെ പരസ്യമായി തന്നെ ന്യായീകരിച്ചിട്ടുണ്ട്. TV ചർച്ചകളിലൊക്കെ, ചാനൽ ചർച്ചകളിലൊക്കെ എതിരാളികളെ തകർത്ത് ചതച്ച് തരിപ്പണമാക്കി കളയും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ച സമയത്തും അദ്ദേഹം നടത്തിയ മാധ്യമ ഇടപെടലിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ, ആ ചെറുക്കൻ്റെ ഇപ്പോഴത്തെ പരാക്രമം കാണുമ്പോൾ, കാരണം അന്ന് ഞാൻ പുകഴ്ത്തിയിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാറി. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി, പാലക്കാട് MLA ആയി, എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങാടിമൂടി മാറി. ഇന്ന് ആ ചെറുക്കൻ്റെ പരാക്രമം കാണുമ്പോൾ എനിക്ക് ആ ചെറുപ്പക്കാരനോട് എനിക്ക് പറയാനുള്ളത്, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അല്ലെങ്കിൽ തലയും കുത്തി വീഴും, മൂക്ക് നിലത്തിയെന്ന് ഇടിക്കും, മൂക്കിൽ കൂടെ ചോര വരും, പിന്നെ രാഷ്ട്രീയ ഭാവിയൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടിലാവും എന്നാണ് എനിക്ക് ആ ചെറുപ്പക്കാരനോട് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത്. ആ ചെറുപ്പക്കാരൻ നല്ല കഴിവുള്ള ചെറുപ്പക്കാരനാണ് കേട്ടോ, അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. നല്ല വിവരമുള്ള ചെറുപ്പക്കാരനാണ്. അത്യാവശ്യം കാര്യങ്ങൾ അറിയാം. നല്ല കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലുണ്ട് ഇംഗ്ലീഷിൽ. എതിരാളികളെ മലർത്തിയടിക്കാനുള്ള വൈഭവം അയാളുടെ നാക്കിൻ്റെ തുമ്പത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് ആൾ ഒരു അത്ര മോശക്കാരനൊന്നും അല്ല എന്ന് മാത്രമല്ല, വലിയ ഭാഗ്യവാനും കൂടിയാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നത് 35 വയസ്സാണ് ഇപ്പോൾ ചെറുപ്പക്കാരനുള്ളത്. അദ്ദേഹം കേരളത്തിൽ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് ഡൽഹിയിൽ സെന്റ് സ്റ്റീഫൻസിലൊക്കെ എന്തോ പഠിക്കുകയോ PhD ചെയ്യേണ്ടൊക്കെ ആയിരുന്നു. അന്ന് കുറച്ചൊക്കെ അവിടെ എവിടെയും ചില്ലറ രാഷ്ട്രീയങ്ങളുണ്ട്. കേരളത്തിലേക്ക് വന്ന് 5 വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റുമായി, പാലക്കാട് MLA-യുമായി. അപ്പൊ യൂത്ത് കോൺഗ്രസിൽ ഈ പറഞ്ഞതുപോലെ കഴിവുള്ള ചെറുപ്പക്കാരുണ്ടായിട്ടില്ല എന്നിട്ടല്ല, ഒരുപാട് കഴിവുള്ള ചെറുപ്പക്കാരുണ്ട്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള കഴിവുള്ള ചെറുപ്പക്കാർ യൂത്ത് കോൺഗ്രസിലില്ല. അപ്പൊ JS അഖിൽ എന്നൊക്കെ പറഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ട്, പാവപ്പെട്ടൊരു ചെറുപ്പക്കാരൻ, കഴക്കൂട്ടംകാരനാണ്. അപ്പൊ അയാൾക്കൊന്നും ഈ പറഞ്ഞ പോലെ ഈ മാങ്കൂട്ടത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് ഈ ഇതുപോലുള്ള ചെറുപ്പക്കാർക്കൊന്നുമില്ല. അതുകൊണ്ട് അവരവിടെ ഇവിടെയൊക്കെ തട്ടിയും തിരിഞ്ഞും അവരുടെ ജീവിതം ഈ പറഞ്ഞ പോലെ സാധാരണ മലയാളം ഭാഷയിൽ പറഞ്ഞാൽ കോഞ്ഞാട്ടയായി അവരങ്ങ് പോകും. പക്ഷെ രാഹുൽ മാങ്കൂട്ടം അതല്ല. അദ്ദേഹത്തിന് എവിടെ കയറി പിടിക്കണം എന്നറിയാം, ഏത് പുളിങ്കൊമ്പിൽ പിടിക്കണം എന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഇവിടെ ഒന്ന് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ പുളിങ്കൊമ്പിൽ തന്നെ പിടിച്ചു. ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ മറ്റൊരു വിരുദന്റെ, ആ വിരുദനും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ആ വിരുദനും ചിലപ്പോൾ താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. അത് പിന്നീട് വേറൊരു വീഡിയോയിൽ പറയാം. അങ്ങനെ ഷാഫി പറമ്പിന്റെ ആളായി മാറി. ഷാഫി പറമ്പിലിന്റെ പിന്തുണ കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവാൻ കഴിവുള്ള വേറെ ചെറുപ്പക്കാരനകത്തുണ്ടായിരുന്നു. പക്ഷേ ഷാഫി പറമ്പിൽ പറഞ്ഞു ഇയാളെ തന്നെ ആക്കണം, ഇയാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കാനുള്ള പണമൊക്കെ ഒരുപാട് ചിലവുണ്ട്, അതിന്റെ തുകയൊക്കെ എനിക്കറിയാം, എന്നാലും ഞാനൊന്നും പറയുന്നില്ല, ആ തുക മുഴുവൻ ഞാൻ ചിലവഴിച്ചോളാം, അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ട് ഇയാളെ നമുക്ക് ആക്കണം എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവനെല്ലാം വെട്ടി കഷ്ണമാക്കി മൂലയ്ക്കൊക്കെ ഇരുത്തി അവനെ രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുവന്ന്. പിന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ വളരെ തന്ത്രശാലി ആയതുകൊണ്ട് A ഗ്രൂപ്പിന്റെ കൂടെ അങ്ങ് നിന്നു. കാരണം അവർക്കാണല്ലോ പിന്തുണ കൂടുതൽ. അപ്പൊ യൂത്ത് കോൺഗ്രസിലെ പ്രസിഡന്റ് ആകാനായിട്ട് A ഗ്രൂപ്പിന്റെ കൂടുതൽ നിന്നു. A ഗ്രൂപ്പില് പ്രസിഡന്റായി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പ്രസിഡന്റായി കഴിഞ്ഞപ്പോൾ അപ്പുറത്തേക്ക് ചാടി, ഒരു ജില്ലയിൽ നിന്ന് വേറൊരു ജില്ലയിലേക്ക് ചാടി. ഇപ്പം ഈ സതീശ വേണുഗോപാൽ സഖ്യത്തിന്റെ കൂടെയാണ് അദ്ദേഹം.
അപ്പോൾ ആള് ബുദ്ധിമാനാണ്. അപ്പോൾ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി. അവസാനം ഷാഫി പറമ്പലിന്റെ പിന്തുണയോടുകൂടി അയാൾ പിന്നെ പാലക്കാട് MLA-യുമായി. ഇതെല്ലാം ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തലക്കനം ബാധിച്ചു. അദ്ദേഹം എന്തൊക്കെയോ ആയി എന്ന് അദ്ദേഹത്തിന് തോന്നി തുടങ്ങി. സാധാരണത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് യുവജനങ്ങളുടെ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയങ്ങളിൽ ഇടപെട്ട് അദ്ദേഹം സമര പോരാട്ടങ്ങളുമായി രംഗത്ത് വരും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അതിലേക്കൊന്നും അദ്ദേഹം പോകാൻ തുനിഞ്ഞില്ല. അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള പണിയാണല്ലോ. എന്തൊക്കെയോ 2-3 സെക്രട്ടേറിയറ്റ് മാർച്ചൊക്കെ നടത്തി അതിനകത്തൊക്കെ ഇച്ചിരി അടികൊണ്ട് തലയൊക്കെ പൊട്ടി അവിടെയൊക്കെ ഇച്ചിരി പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇച്ചിരി പ്രശസ്തിയൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം അവിടെ നിന്നൊക്കെ അങ്ങ് മാറി. സമര പോരാട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടുള്ള പണിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അദ്ദേഹം CPM-ന്റെ മടയിൽ പോയി CPM-നെ പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം നേരെ കണ്ണൂരിലേക്ക് പോയി. കണ്ണൂരിൽ ചെന്ന് CPM-ന്റെ കോട്ടയായിട്ടുള്ള ഒരു പ്രദേശത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, എന്തോ ഒരു പ്രദേശം, എന്തോ മലപ്പറമ്പെന്നോ കണ്ടു പറഞ്ഞൊരു പ്രദേശം, അവിടെ ചെന്ന് CPM-കാരുടെ കോട്ടയിൽ കയറി അവരോട് പോരാട്ടം തുടങ്ങി. പോലീസുകാരെയൊക്കെ ചീത്ത വിളിച്ചു, അവിടെ ധർണ നടത്തി. അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗാന്ധി പ്രതിമ തകർത്തു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ചെന്ന് CPM-കാരുടെ പാർട്ടി ഗ്രാമത്തിൽ ചെന്ന് CPM-കാരെ പാഠം പഠിപ്പിക്കാൻ ഈ രാഹുൽ മാങ്കൂട്ടം തീരുമാനിച്ചു. അപ്പോൾ അത് തീരുമാനിച്ചു. അവിടെ ചെന്ന് അദ്ദേഹം വലിയ പ്രശ്നം ഉണ്ടാക്കി, അവിടെ കാൽനട നടത്തി, അവിടെ സംഘർഷമായി, കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അദ്ദേഹത്തിന് വലിയ ഒരു പബ്ലിസിറ്റി ആ മേഖലയിൽ കിട്ടി. അത് കുഴപ്പമില്ല, പബ്ലിസിറ്റി കിട്ടുന്നതിൽ കുഴപ്പമില്ല, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണല്ലോ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സാധാരണക്കാർക്കുണ്ടായ ഒരു സംശയം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളതാണ്. കാരണം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിൽ നിന്ന് സാധാരണക്കാരും കോൺഗ്രസ് അണികളും പ്രതീക്ഷിക്കുന്നത് യുവജനങ്ങൾ നേരിടുന്ന വിഷയങ്ങളിൽ യുവജനങ്ങളെ അണിനിരത്തി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുക, അതിൻ്റെ മുന്നിൽ നിൽക്കുക, ഭരണത്തോട് പിന്നെ പോരാടുക, ഇടിച്ചിടിച്ച് നിൽക്കുക, അതാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് വിഷയങ്ങൾ യുവജനങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. അവർക്ക് തൊഴിലില്ല, അവർ ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്ത് മറ്റു രാജ്യങ്ങളിൽ ജോലി അന്വേഷിച്ചുകൊണ്ട് വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ സമര പോരാട്ട രംഗത്ത് ചെറുപ്പക്കാരനും യൂത്ത് കോൺഗ്രസ് സംഘടന ഉണ്ടാകും എന്നാണ് ജനങ്ങൾ കരുതി. പക്ഷേ ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രശസ്തി കിട്ടില്ലല്ലോ. പെട്ടെന്ന് പ്രശസ്തി കിട്ടണമെങ്കിൽ ഇതുപോലുള്ള ചില ഗിമ്മിക്കുകൾ നടത്തണം. അങ്ങനെ നടത്തണമെങ്കിൽ CPM-ന്റെ കോട്ട കൊത്തറങ്ങളിലേക്കൊക്കെ കയറി ചെന്ന് അവരെ അവിടെ എതിർക്കണം, അവിടെ സംഘർഷം ഉണ്ടാക്കണം, പറ്റുമെങ്കിൽ 2 അടി കൊള്ളണം, തല പൊട്ടണം, അപ്പോൾ പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വരണം, നേതാവാകണം. ഇതാണല്ലോ എളുപ്പ വഴി, കുറുക്ക് വഴി അതാണല്ലോ. അതന്വേഷിച്ച് അദ്ദേഹം നേരെ കണ്ണൂരിലേക്ക് പോയി. അവിടെ ചെന്ന് ആ പണിയിലാണ് അദ്ദേഹം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സാധാരണക്കാർക്കും കോൺഗ്രസ് അണികൾക്കുള്ള സംശയം, കണ്ണൂരിൽ CPM-നോട് എതിർക്കണമെങ്കിൽ അവിടെ CPM-നെ എതിർക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ ഉശിരന്മാരായിട്ടുള്ള നേതാക്കന്മാർ അവിടെ ഉണ്ടല്ലോ. അവിടെയൊക്കെ സുധാകരനുണ്ട്, ഇപ്പോഴാണ് KPCC പ്രസിഡന്റ് അവിടെയുണ്ട്, DCC പ്രസിഡന്റ്, അവരൊക്കെ അല്ലേ കണ്ണൂരിലെ CPM-നെതിരായിട്ട് പോരാടുന്നത്. അവരവിടെ പോരാടുന്നുണ്ട് പറ്റുന്നത് പോലെ. അപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള ഈ അടൂർക്കാരൻ എന്തിനാണ് ഈ കണ്ണൂരിൽ ചെന്ന് ഈ പണിക്ക് ഇടപെടുന്നത് എന്നുള്ള സംശയം അവരുടെ ഇടയിലുണ്ട്, കോൺഗ്രസിന്റെ അണിയുടെ ഇടയിലുണ്ട്, ജനങ്ങളുടെ അണിയുടെ ഇടയിലുണ്ട്. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇയാള് എന്താണ് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് MLA ഒക്കെ ആയപ്പോൾ അദ്ദേഹം എന്തോ വലിയവനാണെന്നുള്ള തോന്നൽ അദ്ദേഹത്തിന്റെ തലയ്ക്ക് പിടിച്ച് അദ്ദേഹം ഇപ്പോൾ CPM-ന്റെ കോട്ടയിൽ ചെന്ന് CPM-നെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് അടങ്ങൂ എന്നാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. നല്ലത്, തെറ്റൊന്നുമില്ല. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അയാളിൽ നിന്ന് കോൺഗ്രസ് അണികളും ജനങ്ങളും കേരളത്തിലെ യുവജനങ്ങളും പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് അവർക്ക് വേണ്ടി സമര പോരാട്ടങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അവിടെ എന്തേ അയാളെ കാണാത്തതെന്നാണ് ഈ വിഭാഗങ്ങളെല്ലാം ചോദിക്കുന്നത്. ഇവിടുത്തെ യുവജനങ്ങൾ ചോദിക്കുന്നു, എവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്? ഇവിടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ചോദിക്കുന്നു, എവിടെ രാഹുൽ മാങ്കൂട്ടം? ഇവിടെ പിന്നെ PSC-യിൽ ലിസ്റ്റ് അവസാനിച്ച് പോയിട്ടുള്ള CPO-മാർ അവരൊക്കെ ചോദിക്കുന്നത്, എവിടെയാണ് യൂത്ത് കോൺഗ്രസ്? ആശാ വർക്കർമാരുടെ എവിടെ യൂത്ത് കോൺഗ്രസിനെ കാണുന്നില്ല, രാഹുൽ മാങ്കൂട്ടത്തിലും കാണുന്നില്ല. കാരണം രാഹുൽ മാങ്കൂട്ടം അങ്ങ് കണ്ണൂരിൽ പോയിരിക്കുകയാണ്. എന്തിനാണ്? സ്തൂപം തകർത്തെടുത്ത് പോയി CPM-കാരോട് ഏറ്റുമുട്ടാൻ. കാരണം അതിനാണ് പെട്ടെന്ന് പബ്ലിസിറ്റി കിട്ടുന്നത്. അപ്പോൾ അതാണ് ഈ ചെറുപ്പക്കാരൻ്റെ താല്പര്യം. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ചെറുപ്പക്കാരനോട് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. ഇപ്പം ഈ നടത്തുന്ന പണിയായിട്ട് പോയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ രാഷ്ട്രീയ ഭാവിയോ അല്ലാതെ ബാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂക്കിടിച്ച് വീഴും, മൂക്കിൽ നിന്ന് ചോര വരും, പ്രശ്നമാകും. അതുകൊണ്ട് ഈ പെട്ടെന്ന് പബ്ലിസിറ്റി കിട്ടാനുള്ള ഈ പണിയൊക്കെ അവസാനിപ്പിച്ചിട്ട് സ്തൂപം തകർത്തതിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് അവിടെ സുധാകരനുണ്ട്, അദ്ദേഹം ഫൈറ്റ് ചെയ്തോളും. അല്ലെ KPCC പ്രസിഡന്റ് കണ്ണൂർക്കാരൻ, അയാൾ ഫൈറ്റ് ചെയ്തോളും. നിങ്ങളെ ഇവിടെ തെരഞ്ഞെടുത്ത യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കിയത് എന്തിനാണ്? യുവജനങ്ങൾക്ക് വേണ്ടി പോരടിക്കാനാണ്. അതുകൊണ്ട് നിങ്ങൾ ആ പോരാട്ടത്തിന്റെ മേഖലയിലേക്ക്, ആ പോർമുഖങ്ങളിലേക്ക് നെഞ്ചു വിരിച്ചു വന്ന് ഗവൺമെന്റിനെതിരെ പോരാടാൻ നോക്ക്. ആ പോരാടുന്നതിന് പകരം അവിടെ ചെന്നിട്ട് ഈ പെട്ടെന്നുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ആളുകൾ പുച്ഛിക്കുകയേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാകേണ്ടത് TJ ആഞ്ചലോസിനുണ്ടായ അനുഭവമാണ്. നിങ്ങൾ കഴിവുള്ളൊരു ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പോർമുഖങ്ങളിലേക്ക്, യുവാക്കളെ സംഘടിപ്പിക്കുന്ന പോർമുഖങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും നിങ്ങളുടെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിലും
നിങ്ങളെ പല നിർണായക ഘട്ടങ്ങളിലും അകമഴിഞ്ഞ് പിന്തുണച്ച ഒരാളെന്നുള്ള നിലയിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.